BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇലക്ട്രോണിക് സേവന പ്ലാറ്റ്ഫോമും ആപ്ലിക്കേഷനും പ്രഖ്യാപിച്ചു. ഈ സംരംഭം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സേവനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് സേവനങ്ങളിലേക്കും ഡാറ്റയിലേക്കും എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന സമഗ്രമായ ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്ലാറ്റ്ഫോമിൽ വിവിധ പ്രധാന സവിശേഷതകൾ ലഭ്യമാണ്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ കാണാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡാറ്റ വേണമെങ്കിൽ സ്ഥിരീകരിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ദൈനംദിന ക്ലാസ് ഷെഡ്യൂളിന്റെ അപ്ഡേറ്റഡ് ദൃശ്യം പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠങ്ങൾ ഫലപ്രദമായി ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ പരീക്ഷ ഷെഡ്യൂൾ ചെയ്ത ശേഷവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ പ്ലാറ്റ്ഫോമിൽ അക്കാദമിക് ഫലങ്ങൾ കാണാനുള്ള സവിശേഷത അവതരിപ്പിക്കും. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രേഡുകൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. മന്ത്രാലയം വിദ്യാർത്ഥികളെ ഈ പൈലറ്റ് ഘട്ടത്തിൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നോക്കാൻ ക്ഷണിക്കുകയും അവരുടെ പ്രതികരണം പങ്കുവച്ച് സേവനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനും വികസിപ്പിക്കാനും കഴിയും. പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനത്തിന് ഓരോ വിദ്യാർത്ഥിയുടെ മൈക്രോസോഫ്റ്റ് 365 സ്കൂൾ അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് sis.moe.gov.bh എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. ബഹ്റൈനിലെ വ്യാപാരികളെയും തൊഴിൽ സംരംഭകരെയും ഉൾപ്പെടുത്തി IYC ഇന്റർനാഷണൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പ്രശസ്ത ബിസിനസ് ട്രെയിനറും ഗിന്നസ് ജേതാവുമായ MA റഷീദാണ് ക്ലാസ് നയിക്കുന്നത്. ജനുവരി 9 വ്യാഴം 7 മണിക്ക് മനാമ KCT ബിസിനസ് സെന്ററിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സിൽ ബഹ്റൈനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംരംഭകർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട നമ്പർ 35521007 33773767. ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ സ്പെഡെക്സ് രണ്ടാം തവണയും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. വ്യാഴാഴ്ച രാവിലെ 2 ഉപഗ്രഹങ്ങളും അതിന്റെ വേഗത കുറച്ച് ഡോക്കിങ്ങിന് സജ്ജമാക്കുമെന്നായിരുന്നു ISRO നൽകിയ റിപ്പോർട്ടുകൾ. എന്നാൽ ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായതിനാലാണ് മാറ്റിവെക്കേണ്ടി വന്നത്. 2 ഉപഗ്രഹങ്ങൾ 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു സ്പെഡെക്സ് ദൗത്യം. 20 കിലോമീറ്ററിൽ നിന്ന് 500 മീറ്ററായി മാറിയ ചേസർ 250 മീറ്ററായി ചുരുക്കാൻ സാധിക്കാതെ വരികയും ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായി ഉപഗ്രഹത്തിന് വ്യതിയാനമുണ്ടായതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നിലവിൽ ഉപഗ്രഹങ്ങൾ 500 മീറ്റർ അകലത്തിലാണുള്ളത്. നാളെ ചേസർ കൃത്യമായി അടുപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇനിയും ദൗത്യം ദിവസങ്ങൾ നീണ്ടുപോയേക്കാമെന്നും ഉപഗ്രഹങ്ങൾ രണ്ടും സുരക്ഷിതമാണെന്നും ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുമാണ് ISRO ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 66 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഡോക്കിംഗ് നടക്കാമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയും മാറ്റിവെക്കേണ്ടി വന്നതിനാൽ ഇനിയുള്ള പരീക്ഷണത്തെ ഏറെ നിർണായകമായാണ് ISRO കാണുന്നത്. ചൈനയിൽ അസാധാരണ രീതിയിൽ HMP വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ശൈത്യകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധ മാത്രമേ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. 2024 ഡിസംബർ 29 വരെയുള്ള കാലയളവിൽ ചൈന പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പ്രകാരം വടക്കൻ പ്രവിശ്യകളിൽ സീസൺ ഇൻഫ്ലുവൻസ, HMPV, റൈനോ വൈറസ്, RSV എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശൈത്യകാലത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന അളവിൽ മാത്രമാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. ചുരുക്കം കേസുകളിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ആകാം. HPV ബാധിച്ച മിക്കവർക്കും ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായും ലോകാരോഗ്യ സംഘടന പറയുന്നു. ചൈനീസ് അധികൃതരുമായി ബന്ധപ്പെട്ടുവെന്നും അസാധാരണമായ ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. അപകടത്തിന് ശേഷം പോലീസിനെ വിവരം അറിയിച്ച് 24 മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ 7 ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ വഹിക്കും. പരമാവധി 1.5 ലക്ഷം രൂപയാണ് അനുവദിക്കുക. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം 5000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്നും 2025 മാർച്ചോടെ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബസ്സുകൾക്കും ട്രക്കുകൾക്കും പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ അവതരിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
കേരളത്തിൽ 5 ദിവസം വിവിധ ജില്ലകളിൽ മിതമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനുവരി 11 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ജനുവരി 12 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലാണ് മിതമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.